റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ തെറ്റുപറ്റിയെന്ന അഫാന്റെ കുറ്റസമ്മതം. ജയിൽ ഉദ്യോഗസ്ഥരോടാണ് അഫാൻ മനസ്സ് തുറന്നത്. മാതാപിതാക്കളെ കാണണമെന്നും അഫാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അഫാൻ ജയിലിൽ നല്ല നടപ്പാണെന്നും ആത്മഹത്യാ പ്രവണതയില്ല എന്നും അധികൃതരോട് മനസ്സ് തുറന്നു എന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത്. എന്താണ് പറയുന്നത്? ഈ പ്രതി ഇപ്പോൾ താൻ തെറ്റ് ചെയ്തു എന്ന ബോധ്യത്തിലാണോ? സ്മൃതി, തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ അഫാൻ ഉള്ളത്. സെൻട്രൽ ജയിലിലെ UT ബ്ലോക്കിൽ പ്രത്യേക നിരീക്ഷണത്തിലാണ്. ആത്മഹത്യാ പ്രവണത ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിലെടുക്കവേ അഫാന്റെ അടവ് നമ്മൾ കണ്ടതാണ്. ഈ ബാത്റൂമിൽ നിന്ന് ചാടുകയും താഴെ വീഴുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആത്മഹത്യാ പ്രവണത ഉള്ളതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലായിരുന്നു. സെല്ലിലടക്കം പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ താമസിച്ചുകൊണ്ടാണ് അഫാനെ കരുതലോടുകൂടി നോക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ളൊരു ആത്മഹത്യാ പ്രവണത ഇല്ല എന്നുള്ളതാണ് ജയിൽ അധികൃതർ വിലയിരുത്തുന്നത്. എല്ലാവരോടും നല്ല പെരുമാറ്റമാണ്. ആദ്യഘട്ടത്തിൽ ജയിലിലേക്ക് എത്തുമ്പോൾ ആഹാരമൊക്കെ കഴിക്കുന്നതിന് വലിയ വിമുഖതയായിരുന്നു. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. കൃത്യമായ ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരോട് അഫാൻ പറഞ്ഞത് തനിക്ക് തെറ്റുപറ്റി, ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് എന്നുള്ളതാണ് അഫാൻ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മാതാപിതാക്കളെ കാണണമെന്നുള്ള ഒരു ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ കാണണം, കണ്ട് മാപ്പ് പറയണം, തെറ്റുപറ്റിപ്പോയി, തൻ്റെ സാഹചര്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റിലേക്ക് തന്നെ നയിക്കപ്പെട്ടത് എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം, സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊലയിലേക്ക് നയിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് വരികയും ചെയ്തിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന മൊഴിയടക്കം അഫാൻ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ ജയിലിൽ ഈ അധികൃതരോടൊക്കെ തന്നെ വലിയ രീതിയിൽ നീരസം പ്രകടിപ്പിച്ചിരുന്ന അഫാൻ ഇപ്പോൾ നല്ല നടപ്പാണ് എന്നുള്ളതാണ്. എല്ലാ രീതിയിലും സഹകരിച്ച് നല്ലൊരു കുട്ടിയായി ജയിലിൽ ഉണ്ട് എന്നുള്ളതാണ്. തനിക്ക് ശിക്ഷ ലഭിക്കും, തനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്, അഫാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ തനിക്ക് രക്ഷപ്പെടാനാകുമോ, അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങളിൽ ഉണ്ടാവുന്ന നടപടികൾ, കേസുകൾ എന്താണ്, അതിൽ ശിക്ഷ എന്താണ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു ക്രൂരത നാട് മറന്നിട്ടില്ല. അയാൾക്കതിൽ കുറ്റബോധം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ തെറ്റുപറ്റി എന്നൊരു ബോധ്യത്തോടു കൂടി അയാൾ ജയിലധികൃതരോട് സംസാരിച്ചു എന്ന വിവരം ഇപ്പോൾ നമുക്ക് ലഭ്യമാകുകയാണ്. അതോടൊപ്പം മാതാപിതാക്കളെ കാണാൻ അയാൾ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള വിവരമാണ് റിന്യൂ ശ്രീധർ നൽകിയത്.